നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകം മുഴുവനും കടുത്ത ജാഗ്രതയിലാണ്. കൊറോണ വൈറസിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ കണ്ടെത്തി 7 ആഴ്ചകൾക്ക് പിന്നാലെ 52 രാജ്യങ്ങളിലാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 30ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 23 കേസുകളാണ് ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. നിയന്ത്രണങ്ങളിൽ വീഴ്ച വരുത്തിയാൽ കർശനമായി തന്നെ നേരിടുമെന്ന് വ്യക്തമാക്കുകയാണ് അധികൃതർ. അത്തരത്തിൽ കോവിഡ് നിയന്ത്രണത്തിനായി നിഷ്കർഷിച്ചിരിക്കുന്ന നിബന്ധനകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിന് ഇത്തിഹാദ് എയർവേയ്സിന് ദില്ലി സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നു. രാജ്യത്ത് ഒമിക്രോൺ വൈറസ് വ്യാപനത്തിനെതിരായ ജാഗ്രത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിദേശത്ത് നിന്നെത്തുന്ന യാത്രക്കാർക്കായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ ചിലത് കമ്പനി പാലിച്ചില്ലെന്ന് തിങ്കളാഴ്ച നൽകിയ നോട്ടീസിൽ വ്യക്തമാക്കുകയുണ്ടായി. കൂടാതെ അബുദാബിയിൽ നിന്ന് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ദില്ലി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ 2 വിമാനങ്ങളിലെ യാത്രക്കാരുടെ നടപടിക്രമങ്ങളുടെ പേരിലാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വിമാനയാത്രക്കാരിൽ 2% പേരെ തിരഞ്ഞെടുത്ത് കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശമാണ് ഇത്തിഹാദ് ലംഘിച്ചതെന്ന് നോട്ടീസ് പറയുന്നു. 24 മണിക്കൂറിനകം ഇത്തിഹാദിന്റെ സ്റ്റേഷൻ മാനേജർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നാണ് വസന്ത് വിഹാർ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് നൽകിയ നോട്ടീസിലെ ആവശ്യമെന്നത്. ഇതിന് മറുപടി നൽകിയില്ലെങ്കിൽ വിശദീകരണമൊന്നും നൽകാനില്ലെന്ന് കണക്കാക്കി ദുരന്ത നിവാരണ നിയമപ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 188 വകുപ്പ് പ്രകാരവും നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചിരിക്കുകയാണ്. അതേസമയം വിദേശത്ത് നിന്നെത്തുന്ന യാത്രക്കാരുടെ കാര്യത്തിൽ നിബന്ധനകൾ പാലിച്ചില്ലെന്ന് കണ്ടെത്തിയ മറ്റ് 3 വിമാന കമ്പനികൾക്കും അടുത്തിടെ നോട്ടീസ് നൽകിയിരുന്നു. നിലവിൽ ഹൈറിസ്ക് പട്ടികയിൽ ഉൾപ്പെടാത്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാരിൽ 2% പേരെയാണ് പരിശോധിക്കുന്നത്. അതേസമയം ഹൈറിസ്ക് പട്ടികയിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എല്ലാവരെയും പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഫലം വന്ന ശേഷം നെഗറ്റീവ് ആണെങ്കിൽ മാത്രം വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു പോകാൻ അനുവദിക്കുകയുമാണ് ചെയ്യുന്നത്. ഇവർക്കും 7 ദിവസം ഹോം ക്വാറന്റൈൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. തുടർന്ന് 7 ദിവസം സ്വയം നിരീക്ഷണത്തിൽ കഴിയുകയും വേണം എന്നതും യാത്രക്കാർ ഓർക്കേണ്ടതാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.